സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്ന വിഷയം ഇസ്ലാമിലെ പ്രമാണങ്ങളോടുള്ള നമ്മുടെ മര്യാദ, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ, മുഅ്മിനായൊരു മനുഷ്യൻ, അവൻ നിർബന്ധമായിട്ടൊരു ബാധ്യതയാണ്. അല്ലാഹു തആല ഈ ശരീഅത്ത് ദീനുൽ ഇസ്ലാം ഇറക്കിയതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യമാണ് അള്ളാഹുവിന്റെ ദീനിനെ, അതിന്റെ പ്രമാണങ്ങളെ, നുസൂസിനെ, വഹയിനെ ആദരിക്കുക എന്നുള്ളത്. അറിയപ്പെട്ട ഒരു ആധുനിക പണ്ഡിതനായ അത്താഹിർ ഇബ്നു ആശൂർ റഹിമഹുല്ലാ, അദ്ദേഹം മഖാസിദ് ശരീഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇസ്ലാമിന്റെ അവതരണ ലക്ഷ്യം, ഈ ദീന് അല്ലാഹു തആല അവതരിപ്പിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മിൻ മഖാസിദി ശരീഅ മിൻ അത്തശ്രീഅ്, അല്ലാഹു തആല ഈ ശരീഅത്ത് ഇറക്കിയതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അൻ യകൂന നാഫിദൻ ഫിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഈ ശരീഅത്ത് നടപ്പിലാകണം എന്നുള്ളത്, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഭൂമിയിൽ നിറവേറ്റണം എന്നുള്ളത്. അതുപോലെ രണ്ടാമതായി അൻ യകൂന മുഹ്തറമൻ മിൻ ജമീഇഹ, ഈ ഉമ്മത്ത് മുഴുവൻ ഈ ശരീഅത്ത് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, വഅൻ യകൂന മുഹ്തറമൻ, ശരീഅത്ത് ആദരിക്കപ്പെടണം, മിൻ ജമീഇഹ, ഉമ്മത്തിലെ എല്ലാവരും ഈ ശരീഅത്തിനെ ആദരിക്കണം എന്നുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലക്ഷ്യമാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച്, വിശുദ്ധ ഖുർആനാണല്ലോ നമ്മുടെ ശരീഅത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. ഖുർആനെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചിട്ടുള്ള, വിശേഷിപ്പിച്ചിട്ടുള്ള ആയത്തുകൾ നോക്കിയാൽ ഇക്കാര്യം നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു തആല പറയുന്നു, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു ഖുർആൻ. നസല ബിഹിർ റൂഹുൽ അമീൻ, വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ, അദ്ദേഹമാണ് ഇതുമായി ഇറങ്ങി വന്നിരിക്കുന്നത്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, നിന്റെ ഹൃദയത്തിലേക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നു, നീ താക്കീതുകാരനാവാൻ വേണ്ടി. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, ഭാഷകളിൽ ഏറ്റവും ഉത്തമമായ, വ്യക്തമായ, ആശയസമ്പുഷ്ടമായ അറബി ഭാഷയിൽ. വഇന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ, ഇത് മുൻഗാമികളുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാകുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനെ ആവർത്തിച്ച് തുടരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു പുകഴ്ത്തിയതായി കാണാൻ സാധിക്കും. അതുപോലെ ഖുർആൻ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ പിടിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. സ്വാദ് വൽ ഖുർആനി ദിക്ർ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഹാമീം വൽ കിതാബിൽ മുബീൻ, ഇതൊക്കെ ഖുർആൻ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തതാണ്. അതുപോലെ നിരവധി കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ട്, വലിയ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഖുർആൻ എന്ന അത്ഭുതത്തെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം, നക്ഷത്രങ്ങളുടെ ഉദയസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇത് വലിയ ഒരു ഖസമാണ്, വലിയ ഒരു സത്യം ചെയ്യലാണ്. എന്താണ് സത്യം ചെയ്ത് പറയുന്നത്? ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് കരീമായ, ഉന്നതമായ വിശുദ്ധ ഖുർആൻ ആകുന്നു, കിതാബാകുന്നു. ഇങ്ങനെ നിരവധി ആയത്തുകൾ നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക, നിനക്കും നിന്റെ ഖൗമിനുമുള്ള ദിക്റാകുന്നു. ഈ ദിക്ർ എന്ന വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹിമഹുല്ലാ സഹാബത്തിന്റെ ഖൗലുകൾ കൊടുത്തതായി കാണാൻ സാധിക്കും. സഹാബത്ത് പറഞ്ഞത് വഇന്നഹു ലശറഫുൻ ലക വലിഖൗമിക, നിനക്കും നിന്റെ ഖൗമിനും ഒരു അഭിമാനമാകുന്നു ഖുർആൻ എന്നാണ്. മറ്റൊരു അഭിപ്രായവും തബരി റഹിമഹുല്ലാ കൊടുത്തിട്ടില്ല. അപ്പോൾ ഖുർആന്റെ ഒരു അവതരണ ലക്ഷ്യമാണ് അതിനെ ആദരിക്കുക. അല്ലാഹു തആല അതിനെ ആദരിച്ചിട്ടുണ്ട്. ഖുർആൻ പിന്തുടരുന്നവർക്ക് അതൊരു ഷറഫാണ്, അഭിമാനമാണ്, വിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഖുർആനായാലും സുന്നത്തായാലും അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ നാട്ടു നടപ്പ് കൊണ്ട്, അല്ലെങ്കിൽ പൊതുബോധം കൊണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൊണ്ട് എതിർക്കുക എന്നുള്ളത് അല്ലാഹു തആല വിലക്കിയിട്ടുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി ഇന്നല്ലാഹ സമീഉൻ അലീം, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് മുകളിൽ ഒന്നിനും മുൻഗണന കൊടുക്കരുത്, അതിനേക്കാൾ ഒന്നിനെയും പരിഗണിക്കരുത്. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, ഈ ആയത്തിൽ ഫിഅൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ മഫ്ഊലില്ല. ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്തിക്കരുത്, അള്ളാഹുവിനും റസൂലിനും മേലെയായി, അവരുടെ കൽപ്പനകൾക്ക് ഉപരിയിലായി നിങ്ങൾ മുന്തിക്കരുത് എന്ന് പറഞ്ഞു. എന്തിനു മുന്തിക്കരുത്? തുഖദ്ദിമു എന്ന ഫിഅലിന്റെ മഫ്ഊലില്ല. എന്തുകൊണ്ടാണ് മഫ്ഊൽ അവിടെ ഇല്ലാത്തത്? പണ്ഡിതന്മാർ പറയുന്നത് അത് എല്ലാത്തിനെയും ബാധിക്കാൻ വേണ്ടിയാണ്. എന്തിനെ മുന്തിക്കരുത് എന്ന് ചോദിച്ചാൽ ഒന്നിനെയും മുന്തിക്കരുത്. ബുദ്ധിയാകട്ടെ, അല്ലെങ്കിൽ മറ്റു വല്ല വേദങ്ങളാകട്ടെ, മറ്റു വല്ല ഫിലോസഫി ആകട്ടെ,
മനുഷ്യന്റെ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളാകട്ടെ ഖുർആനും സുന്നത്തിനു മുമ്പിൽ ഉയർത്തരുത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരും മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബില് നമുക്കറിയാം, സൂറത്തുൽ അഹ്സാബ് വായിച്ചിട്ടുള്ള ആളുകൾക്ക്, തഫ്സീർ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഈ സൂറത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് എന്താണ്? അദബുകളാണ് ഈ സൂറത്തിൽ പറയുന്നത്, മര്യാദകളാണ്. അള്ളാഹുവിനോടുള്ള മര്യാദ, അവന്റെ റസൂലിനോടുള്ള മര്യാദ, അല്ലെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തരുത്. സൂറത്തുൽ ഹുജറാത്ത്, ഏത് സൂറത്ത് പറഞ്ഞത്? അഹ്സാബ്. ഹുജറാത്ത് സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അള്ളാഹുവിനോടുള്ള മര്യാദ, അള്ളാഹുവിന്റെ കൽപ്പനകൾ മറികടക്കരുത്, അതുപോലെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തരുത്, റസൂലിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒച്ചയിട്ട് സംസാരിക്കരുത്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള മര്യാദകൾ, അനാവശ്യമായ ഊഹങ്ങൾ വെച്ച് പുലർത്തരുത്, ഗീബത്ത് പറയരുത്, അതുപോലെ തന്നെ പരിഹസിക്കരുത്. ഇതൊക്കെയാണ് ഈ സൂറത്തിലുള്ളത്. അപ്പോൾ അല്ലാഹു തആല ഈ അദബുകൾ പറയുമ്പോൾ എല്ലാ അദബിനും മുന്നിലായിക്കൊണ്ട് ഏറ്റവും വലിയ അദബിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതെന്താണ്? അത് തഅദീമുൻ നുസൂസ്, ഖുർആന്റെയും ഹദീസിന്റെയും നസ്സുകളെ, പ്രമാണത്തിലുള്ള വാക്യങ്ങളെ അതിന് ഏറ്റവും വലിയ ആദരവ് കൊടുക്കുക. ഇതാണ് ഏറ്റവും ഒന്നാമത്തെ അദബ് എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഅ്മിനീങ്ങളുടെയും മുനാഫിക്കുകളുടെയും ഇടയിലുള്ള വേർതിരിവാണ്, അവരെ വേർതിരിക്കുന്ന സ്വഭാവമാണ് തഅദീമുൻ നുസൂസ്. ആയത്തുകളെയും ഹദീസുകളെയും ബഹുമാനിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. മുനാഫിക്കുകളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഏതോ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കേണ്ടതില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, മുനാഫിക്കുകളായിരിക്കും സമൂഹത്തിൽ കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് 4 ആയത്തും കാഫിറുകളെ കുറിച്ച് 2 ആയത്തും അത് കഴിഞ്ഞ് മുനാഫിക്കുകളെ കുറിച്ച് 13 ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചത്. കാരണം മുനാഫിക്കുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ചില സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരാൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ മുനാഫിക്കുകളെ നശിപ്പിക്കണേ. അത് കേട്ട ഒരു സഹാബി അല്ലെങ്കിൽ താബിഈ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കരുത്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പിന്നെ ഇടപാട് നടത്താൻ ആളുണ്ടാവുകയില്ല ഈ ഭൂമിയിൽ. അത്രമാത്രം മുനാഫിക്കുകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പിറകിൽ നടക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഞാൻ 30ഓളം സഹാബികളെ കണ്ടിട്ടുണ്ട്, അതിൽ നിഫാഖ് പേടിക്കാത്തവരായി ആരുമില്ല. സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖ് വലാ യഖാഫുഹു ഇല്ലാ മുഅ്മിൻ. ഒരു മുഅ്മിനാണ് നിഫാഖിനെ പേടിക്കുക, മുനാഫിഖാണ് ഞാൻ മുനാഫിഖാണോ എന്ന പേടിയില്ലാതെ നിർഭയനായിരിക്കുക. അപ്പൊ നിഫാഖിന്റെ അംശം നമ്മുടെ മനസ്സിലുണ്ടോ എന്നറിയാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അല്ലാഹു തആല പറയുന്നു, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅന. അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാം എന്നൊക്കെ പറയും. ثم يتولى فريق منهم من بعد ذلك. പിന്നെ അവർ അതിൽ നിന്ന് തിരിഞ്ഞു പോകും, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ തിരിഞ്ഞു പോകും. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളല്ല. വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിധി തീർപ്പാക്കാൻ അവരെ ക്ഷണിച്ചാൽ ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. അവരിൽ ഒരു കൂട്ടർ തിരിഞ്ഞു പോകുന്നു. അല്ലാഹുവിന്റെ വാക്കുകൾ, റസൂലിന്റെ ഹദീസുകൾ, അതിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? അല്ലാഹു തആല പറയുന്നു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി വിളിച്ചാൽ, ഒരു കാര്യം തീർപ്പാക്കാൻ നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാം, ഹദീസിലേക്ക് മടങ്ങാം. ഇപ്പൊ തൊലാഖിന്റെ ഒരു പ്രശ്നമുണ്ടായി, ഇപ്പൊ മഹർ അങ്ങോട്ട് കൊടുക്കണോ വേണ്ടേ, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. തൊലാഖ് ചെയ്യുമ്പോൾ മഹർ തിരിച്ചു വാങ്ങാവുന്ന സന്ദർഭം ഉണ്ടാവും, വാങ്ങാൻ പാടില്ലാത്ത സന്ദർഭം ഉണ്ടാവും. അതുപോലെ ഓരോ വിഷയങ്ങളുണ്ടായി. ആ സമയത്ത് നമുക്ക് വിധി തീർപ്പാക്കാൻ അള്ളാഹുലേക്ക് മടങ്ങാം, റസൂലിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞാൽ യഖൂലു, അവർ പറയും, സമിഅ്നാ വ അത്അന. ഞങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന കേട്ടു, അനുസരിച്ചു. കേട്ടിട്ടൊന്ന് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. സമിഅ്നാ വ അത്അന, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കാൻ പോകുന്നത്. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫകാന മിനൽ ഉസൂലിൽ മുത്തഫഖ അലൈഹാ ബൈന സഹാബത്തി വത്താബിഈൻ. സഹാബത്തും താബിഈങ്ങളും ഇത്തിഫാഖായിട്ടുള്ള ഉസൂലിൽപ്പെട്ട കാര്യമാണ്. അന്നഹു ലാ യുഖ്ബലു മിൻ അഹദിൻ അൻ യുആരിദ അൽ ഖുർആന ബിറഅയിഹി വലാ ദൗഖിഹി വലാ മഅഖൂലിഹി വലാ ഖിയാസിഹി വലാ വജ്ദിഹി. ഒരാൾ ഖുർആനും ഹദീസിനും എതിരായി സംസാരിക്കാൻ യാതൊരു അവകാശവും ഒരാൾക്കുമില്ല. ബുദ്ധി കൊണ്ടാവട്ടെ, ഖിയാസ് കൊണ്ടാകട്ടെ, അതുപോലെ തന്നെ തന്റെ അഭിപ്രായം, ഇതുകൊണ്ടൊന്നും ഖുർആനെയും ഹദീസിനെയും എതിർക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്നത് മുത്തഫഖുൻ അലൈഹിയായ കാര്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യനായ റബീ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഒരു മസ്അലയിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തോട് ശിഷ്യനായ റബീ ഇബ്നു സുലൈമാൻ ചോദിച്ചു, അതഖൂലു ബിഹി, താങ്കൾ ഈ ഹദീസ് തന്നെയാണോ പറയുന്നത്?
താങ്കളുടെ അഭിപ്രായവും ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, മതാ റവൈതു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ സഹീഹൻ, സഹീഹായ ഒരു ഹദീസ് ഞാൻ റിപ്പോർട്ട് ചെയ്താൽ, പറഞ്ഞു തന്നാൽ, ഫലം ആഖുദ് ബിഹി, എന്നിട്ട് ഞാൻ അതിനനുസരിച്ച് ഫത്വ നൽകുന്നില്ല, ആ ഹദീസിനെതിരായിട്ട് പറയുകയാണെങ്കിൽ, ഫഉഷ്ഹിദുകും അന്ന അഖ്ലി ഖദ് ദഹബ്, എന്റെ ബുദ്ധി മറഞ്ഞിരിക്കുന്നു, ഞാൻ ഭ്രാന്തനായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പൊ ബുദ്ധിയുള്ളിടത്തോളം കാലം ഒരു ഹദീസിനെതിരായി ഞാൻ സംസാരിക്കുകയില്ല. അള്ളാഹുവിന്റെ തഅ്ലീം, അള്ളാഹുവിനോടുള്ള ബഹുമാനം, അതൊരാളുടെ ഖൽബിലുണ്ടോ അതിന്റെ അടയാളമാണ് അവൻ പ്രമാണങ്ങൾ ആദരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനോട് നമ്മുടെ ഖൽബിൽ ആദരവുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കലാമിനെയും അവന്റെ റസൂലിന്റെ വഹീനെയും നമ്മൾ ബഹുമാനിക്കും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽവാബിൽ അസ്സയ്യിബ് എന്ന കിതാബിൽ പറയുന്നു, അന്ന ഇസ്തിഖാമത്തുൽ ഖൽബി തഹ്സുലു ബിതഅ്ലീമിൽ അംരി വന്നഹി, നമ്മുടെ ഖൽബിന് ഇസ്തിഖാമത്ത് കിട്ടുക, ഖൽബ് ശരിയാവുക എപ്പോഴാണ്? ബിതഅ്ലീമിൽ അംരി വന്നഹി, അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും നമ്മൾ ബഹുമാനിക്കുമ്പോഴാണ്. നമുക്കൊക്കെ തോന്നും നമ്മുടെ മനസ്സിലൊരു ഈമാൻ ഇല്ല, മനസ്സിൽ ഖുശൂ ഇല്ല. മനസ്സ് നന്നാകാനുള്ള മാർഗം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അള്ളാഹുവിന്റെ അവാമിർ നവാഹി, അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ, വിലക്കിയ വിലക്കുകൾ, അതിനോടുള്ള തഅ്ലീം നമ്മുടെ മനസ്സിലുണ്ടാകണം. വഹുവ നാശിഉൻ അൻ തഅ്ലീമിൽ ആമിരി അന്നാഹി, കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്യുന്നവനോട് ബഹുമാനമുണ്ടെങ്കിലേ കൽപ്പനകളോടും വിലക്കുകളോടും ബഹുമാനമുണ്ടാകൂ. ഫഇന്ന അല്ലാഹ ദമ്മ മൻ ലാ യുഅദ്ദിമുഹു വലാ യുഅദ്ദിമു അംറഹു, അല്ലാഹു തന്നെയും തന്റെ കൽപ്പനകളെയും ബഹുമാനിക്കാത്തവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഫഖാല സുബ്ഹാന മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലാഹുവിന് ഒരു വഖാർ, ഒരു ഗാംഭീര്യം നൽകാത്തത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു മനുഷ്യന്റെ ദീനിന്റെ അടിസ്ഥാനം. ഇതൊരു സുന്നത്തായ കർമ്മമല്ല പ്രമാണങ്ങളോട് ബഹുമാനം കാണിക്കുക എന്നുള്ളത്, മറിച്ച് ഒരാളുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീൻ എന്ന കിതാബിൽ, റൂഹുൽ ഇബാദത്തി, ഇബാദത്തിന്റെ റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്, ഹുവൽ ഇജ്ലാലു വൽ മഹബ്ബ, ആദരവും സ്നേഹവുമാണ്. ഫഇദാ ഫുഖിദ അഹദുഹുമാ അനിൽ ആഖർ ഫസദത്, അതിലൊന്നില്ല എങ്കിൽ ആ ഇബാദത്ത് നശിച്ചുപോയി. അഥവാ അള്ളാഹുവിനോടുള്ള ബഹുമാനം ഒരാൾക്ക് കുറഞ്ഞു പോയാൽ അവന്റെ ഇബാദത്ത് റൂഹില്ലാത്തതായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തൗഹീദും അള്ളാഹുവിന്റെ പ്രമാണങ്ങളോടുള്ള, ദീനിന്റെ പ്രമാണങ്ങളോടുള്ള ആദരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഫമൻ ഇഅ്തഖദൽ വഹ്ദാനിയത ഫിൽ ഉലൂഹിയത്തി ല്ലാഹി സുബ്ഹാനഹു വതആല, ആരാണോ അള്ളാഹു ഉലൂഹിയത്തിൽ ഏകനാണെന്ന് വിശ്വസിച്ചത്, അള്ളാഹു മാത്രമേ ആരാധന അർഹിക്കുന്നുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ ഒരാൾ വിശ്വസിച്ചത്, വറിസാലത്തി ലിഅബ്ദിഹി വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് റസൂൽ എന്ന് വിശ്വസിച്ചത്, ثم لم يتبع هذا الاعتقاد موجبه من الإجلال والإكرام الذي هو حال في القلب يظهر أثره على الجوارح, ഇതിന്റെ അനന്തരഫലമായ തൗഹീദിന്റെയും ഷഹാദത്ത് റിസാലത്തിലുള്ള വിശ്വാസത്തിന്റെയും അനന്തരഫലമായ ഇജ്ലാൽ, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ആദരവും ബഹുമാനവും, പ്രമാണങ്ങളോടുള്ള ആദരവും ബഹുമാനവും, അത് അവന്റെ ഖൽബിൽ ഇല്ലാതായി, അല്ലെങ്കിൽ അവന്റെ അവയവങ്ങളിൽ അത് കാണുന്നില്ല. അങ്ങനെ വന്നാൽ ബൽ ഖാറനഹുൽ ഇസ്തിഗ്ഫാഫു വത്തസ്ഫീഹു വലിസ്ദിറാഉ ബിൽഖൗലി ഔ ബിൽഫിഅലി, നേരെ മറിച്ച് അവന്റെ നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രമാണങ്ങളെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന നിലപാടാണ് കാണുന്നതെങ്കിൽ കാന വുജൂദു ദാലികൽ ഇഅ്തിഖാദി കഅദമിഹി, അവൻ നേരത്തെ പറഞ്ഞ ഇഅ്തിഖാദ്, അവന്റെ വിശ്വാസം തൗഹീദ്, അത് ശൂന്യമാണ്, അത് അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വകാന ദാലിക മൂജിബൻ ലിഫസാദി ദാലികൽ ഇഅ്തിഖാദി വമുസീലൻ ലിമാ ഫീഹി മിനൽ മൻഫഅത്തി വസ്സലാഹ്, അവന്റെ വിശ്വാസത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാവുകയില്ല ഈ നിലപാട് തുടർന്നാൽ. ഇതിൽ ഇഅ്തിഖാദാത്തുൽ ഈമാനിയ്യ തുസക്കി നുഫൂസ വതുസ്ലിഹുഹ, കാരണം ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്, അടിയുറച്ച വിശ്വാസം, അത് നഫ്സിന്, മനുഷ്യന്റെ മനസ്സിന് തസ്കിയത്ത് നൽകുന്നതാണ്. ഫമതാ ലം തൂജിബ് സകാത്ത് നഫ്സി വലാ സലാഹഹ ഫീ ദാലിക വലാ സലാഹഹ, അങ്ങനെയുള്ള ഒരു സലാഹ്, നന്മ മനസ്സിനുണ്ടാകുന്നില്ല എങ്കിൽ ഇല്ല ദല്ല ദാലിക അന്നഹ ലം തർസഖ് ഫിൽ ഖൽബ്, ആ വിശ്വാസം മനസ്സിൽ ഉറച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരാൾക്ക് പ്രമാണങ്ങളോട് ആദരവില്ല എങ്കിൽ അതിനർത്ഥം അവന്റെ മനസ്സിൽ ഈമാൻ ഉറച്ചിട്ടില്ല എന്നാണ്. ഇനി നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എങ്ങനെയായിരുന്നു അവർ ഇസ്ലാമിലെ പ്രമാണങ്ങൾക്ക് സ്ഥാനം കൊടുത്തിരുന്നത്, ആദരിച്ചിരുന്നത് നോക്കിയാൽ അത്ഭുതകരമായ രംഗങ്ങളാണ് നമ്മൾ കാണുക. ഒരു നിലക്ക് പറഞ്ഞാൽ സലഫുകളുടെ ചരിത്രം മുഴുവൻ, റസൂലിന്റെ സീറ മുതൽ സഹാബത്തിന്റെ സീറയും താബിഈങ്ങളുടെ സീറയും മുൻഗാമികളായ ഫുഖഹാക്കളുടെ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രവും നോക്കിയാൽ അത് മുഴുവൻ ഈ ഒരു വിഷയമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളെ അവർ ആദരിച്ചതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അവരുടെ ജീവിതം മുഴുവൻ. അതിലൊന്നാമത്തെ രൂപം, അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം പ്രമാണങ്ങൾ സംരക്ഷിക്കുക എന്നായിരുന്നു. അല്ലെ, ഈ ദീനിന്റെ പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും അത് നമ്മുടെ അഭിമാനമാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വഇന്നഹു
ദിക്റുൻ ലക വലിഖൗമിക, നിനക്കും നിന്റെ ഖൗമിനും അഭിമാനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, നമ്മൾ ഓരോരുത്തരും ഓതുന്ന വിശുദ്ധ ഖുർആൻ, നമ്മൾ വായിക്കുന്ന ഹദീസ്, ഇത് അല്ലാഹു തആല പറഞ്ഞത് മുതൽ നമ്മുടെ അടുത്ത് എത്തിയത് വരെ വ്യക്തമായ സനദുണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ നമ്മൾ വരെ വ്യക്തമായ സനദുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, സൂക്ഷ്മമായ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ, എല്ലാത്തിനും തെളിവ് പറയാൻ നമുക്ക് സാധിക്കും. ഓരോ ഹദീസിന്റെയും റിപ്പോർട്ടർമാർ, ആ റിപ്പോർട്ടർമാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ മറ്റൊരു ഉമ്മത്തിനും ഇല്ലാത്ത ഇസ്നാദ്, അവർക്കാർക്കുമില്ലാത്ത അഭിമാനമായ ഈ പരമ്പര, അത് നമുക്കുള്ളത് എങ്ങനെയാണ് സാധിച്ചത്? അതിന് പിന്നിൽ ത്യാഗം സഹിച്ച മുൻഗാമികളുണ്ട്. വിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിനു വേണ്ടി മുൻഗാമികൾ എത്രമാത്രം ത്യാഗമാണ് ചെയ്തിട്ടുള്ളത്. മുൻഗാമികളുടെ കാലത്ത് ഒരാൾ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിഫ്ളാക്കൽ അതിന്റെ നിർബന്ധമായ ഘടകമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, കാന സലഫ് ലാ യുഅല്ലിമൂന അൽ ഹദീസ വൽ ഫിഖ്ഹ ഇല്ലാ ലിമൻ യഹ്ഫദുൽ ഖുർആൻ. ഖുർആൻ ഹിഫ്ളില്ലാത്തയാൾക്ക് ഹദീസോ ഫിഖ്ഹോ പഠിപ്പിക്കാറില്ലായിരുന്നു സലഫുകൾ. ഇമാം ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം പറഞ്ഞു, യഅലമന്ന തഅലീമൽ വിൽദാനി ലിൽ ഖുർആൻ ശിആറുദ്ദീൻ. ചെറിയ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് ദീനിന്റെ ശിആറാണ്, ദീനിന്റെ ചിഹ്നമാണ്. അഖദ ബിഹി അഹ്ലുൽ മില്ലത്തി വദറജു അലൈഹി ഫീ ജമീഇ അംസാരിഹിം. ഈ മില്ലത്തിൽപ്പെട്ട, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട എല്ലാ നാട്ടുകാരും കൊണ്ടു നടക്കുന്ന കാര്യമാണത്. വസാറൽ ഖുർആനു അസ്ലത്ത് തഅലീം. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമായി മാറി വിശുദ്ധ ഖുർആൻ. അല്ലദി യംബനി അലൈഹി മാ യഹ്സുലു ബഅദു മിനൽ മുകമ്മിലാത്ത്. അതിനുശേഷം വരുന്ന മറ്റു ഇൽമുകൾക്കൊക്കെ കയറി നിൽക്കാനുള്ള അടിത്തറയാണ് വിശുദ്ധ ഖുർആൻ. ഇതായിരുന്നു മുൻഗാമികളുടെ രീതി. കഴിവുള്ളവരെല്ലാം, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഇൽമു പഠിക്കാൻ പോകുന്ന ആളുകളെല്ലാം വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയതിനു ശേഷമായിരുന്നു മറ്റു കാര്യങ്ങൾ പഠിക്കാറുണ്ടായിരുന്നത്. ഈ ഒരു ചര്യ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ആ പ്രമാണം ഈ ഉമ്മത്തിൽ നിലനിർത്തുകയും ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് സ്വഹാബത്തിന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഹൽക്കയിൽ അദ്ദേഹം ഖുർആൻ പഠിപ്പിച്ചിരുന്ന സദസ്സിൽ 1600 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു അർദ. അതുപോലെ താബിഈങ്ങളുടെ കാലത്ത് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് എന്ന ഹദീസിന്റെ റാവിയാണ്. അദ്ദേഹം 40 വർഷം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. ഇത്രയും കാലം എങ്ങനെയാണ് പഠിപ്പിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഹാദല്ലദീ അഖഅദനി മഖഇദി. എന്റെ ഈ ഇരുത്തം ഇരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ ഹദീസാണ് എന്നാണ്. അതുപോലെ അതിനുശേഷമുള്ള തലമുറകളിൽ 60 വർഷം ഖുർആൻ പഠിപ്പിച്ച മുഖരീയങ്ങൾ, ഖുർആൻ അധ്യാപകർ ഈ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഹദീസിന്റെ കാര്യം, സ്വഹാബത്തിന്റെ കാലം മുതൽ സലഫുകൾ ഹദീസ് സംരക്ഷിക്കാൻ വേണ്ടി എത്രമാത്രം ത്യാഗമാണ് സഹിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, അദ്ദേഹം പട്ടിണി സഹിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിൽ താമസിച്ച് ഹദീസ് പഠിക്കുമായിരുന്നു. ഹിജ്റ 7-ാം വർഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. കേവലം 4 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളൂ. ആ കാലയളവ് കൊണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത എണ്ണപ്പെട്ട സഹാബിമാരിൽ ഒരാളായി മാറി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഭക്ഷണമില്ലാതെ ബോധം കെട്ട് വീണ് കിടക്കുമായിരുന്നു. പട്ടിണി കിടന്ന് ബോധം നഷ്ടപ്പെട്ട് പള്ളിയിൽ കിടക്കാറുണ്ടായിരുന്നു. അബൂ ഹുറൈറക്ക് ജിന്ന് ബാധിച്ചോ എന്ന് സഹാബത്ത് സംശയിക്കുമായിരുന്നു. അത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹദീസുകൾ ഹിഫ്ളാക്കിയത്. അതുപോലെ തന്നെ സഹാബത്ത് ഹദീസിനോട് കാണിച്ചിരുന്ന ആദരവ്, ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല. അവർ വളരെ ആദരവോടെയായിരുന്നു പഠിച്ചിരുന്നത്. ഞങ്ങൾ ഇസ്ലാമിന് അങ്ങോട്ടൊരു ഔദാര്യം ചെയ്തു കൊടുക്കുകയാണ് എന്ന നിലക്കല്ല അവർ കണ്ടിരുന്നത്, നേരെ മറിച്ച് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ടായിരുന്നില്ല. ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം വിയർക്കാൻ തുടങ്ങി. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റെന്തെങ്കിലും നിലക്കായിരുന്നു ഹദീസ് പറയാറുള്ളത്. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഹദീസ് ചോദിച്ചാൽ അദ്ദേഹം പറയാറില്ല കബിർന വനസീന, പ്രായമായി മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യാറേയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബക്കാരനാണ്, കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മുതിർന്നയാളാണ്. അദ്ദേഹത്തോട് അൻത അക്ബറു അം റസൂലുള്ളാഹ്, താങ്കളാണോ റസൂലാണോ കൂടുതൽ പ്രായം കൂടിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നതായി ചരിത്രത്തിൽ കാണാം, അന അസന്നു മിൻഹു വഹുവ അക്ബറു മിന്നി, എനിക്ക് പ്രായം കൂടുതലാണ്, അദ്ദേഹം എന്നെക്കാൾ വലിയവനാണ് എന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ള സുബൈർ ഇബ്നു അവ്വാം അടുത്ത പരിചയമുള്ളയാളാണ്, കൂടെ നടന്നയാളാണ്. പക്ഷേ അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് ബഹുമാനം കൊണ്ടാണ്, ഹദീസിനോടുള്ള ആദരവ് കൊണ്ടാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്, ഹദീസിന്റെ റിപ്പോർട്ടറാണ്. എന്നിരുന്നാലും ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അടുത്തേക്ക് 1 മാസം നീണ്ടുനിന്ന യാത്ര ചെയ്തതായി ഹദീസുകൾ കാണാം. ഇങ്ങനെയായിരുന്നു അവർ പ്രമാണങ്ങളോട്
ആദരവ് കാണിച്ചിരുന്നു. ഹദീസ് സംരക്ഷിക്കാൻ വേണ്ടി, ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടി അവർ അവരുടെ ആയുസ് ഒഴിഞ്ഞു വെക്കുമായിരുന്നു. അല്ലാഹു തആല പറഞ്ഞതുപോലെ വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, അതൊരു അഭിമാനമായിട്ടായിരുന്നു സലഫുകൾ കണ്ടിരുന്നത്. അതുപോലെ സഹോദരങ്ങളെ, ഈ പ്രമാണങ്ങൾക്ക് നൽകിയിരുന്ന ആദരവ്, ഈ ആദരവിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു സലഫുകൾ പ്രമാണങ്ങളെ ആദരിച്ചിരുന്നത്? ഓരോ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഒരു പ്രമാണം കണ്ടാൽ മാത്രം അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. ഓരോ വിഷയവും, നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ അനക്കവും ഹദീസിന്റെ അടിസ്ഥാനത്തിലാകണം, ആയത്തിന്റെ അടിസ്ഥാനത്തിലാകണം എന്ന വാശി അവർക്കുണ്ടായിരുന്നു. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഇൻ ഇസ്തതഅത അല്ലാ തഹുക്ക റഅസക ഇല്ലാ ബിഅസറിൻ ഫഫഅൽ. നിനക്ക് ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ഒരു അസറിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തല ചൊറിയുകയില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തല ചൊറിയാണെങ്കിൽ എങ്ങനെ ചൊറിയണം എന്നൊരു ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഹദീസ് കേട്ടാൽ അത് അപ്പാടെ അനുസരിക്കുന്നവരായിരുന്നു, പെട്ടെന്ന് അവർ അതിനനുസരിക്കുമായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഹദീസിൽ കാണാം, ബൈനമ الناس بقباء في صلاة الصبح. ഖിബ്ല മാറ്റിയ സംഭവം അദ്ദേഹം പറയുകയാണ്. ജനങ്ങൾ ഖുബാ മസ്ജിദിൽ, മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ്, മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ആ പള്ളിയിൽ ജനങ്ങൾ സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദ് ജാഅഹും ആതിൻ, ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരാൾ വന്നു. ഫഖാല ഇന്ന റസൂലല്ലാഹി ഖദ് ഉൻസില അലൈഹി ലൈലത ഖുർആൻ, ഇന്നലെ രാത്രി ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, പുതിയൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. വഖദ് ഉമിറ അൻ യസ്തഖ്ബിലൽ കഅബ, കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം മദീനയിൽ നിന്ന് തെക്കോട്ടാണ് കഅബ, മദീനയിൽ നിന്ന് നേരെ എതിർ ദിശയിൽ വടക്കോട്ടായിരുന്നു ആദ്യത്തെ ഖിബ്ല, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ്. ഫസ്തഖ്ബലൂഹ, അങ്ങനെ നേരെ അവര് പിറകോട്ട് തിരിഞ്ഞു. അപ്പൊ എല്ലാവരും നേരെ റുക്കൂവിൽ നിന്ന് ആ നിൽക്കുന്ന അവസ്ഥയിൽ നേരെ പിറകോട്ട് തിരിഞ്ഞു. നമസ്കാരം തീരുന്നത് വരെ അവർ കാത്തുനിന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇസ്തിജാബത്ത്, എങ്ങനെയാണ് അനുസരിക്കാൻ സാധിക്കുക? ഒരായത്ത് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം നമസ്കാരം കഴിഞ്ഞ് നമുക്കൊരു മീറ്റിംഗ് ഒക്കെ കൂടി പതുക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നല്ല അവർ പറഞ്ഞു. നേരെ മറിച്ച് സ്വഹാബത്ത് അപ്പാടെ അതനുസരിക്കുകയായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത് നിങ്ങൾ കേട്ടിരിക്കും. കള്ള് ഹറാമാക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ വീട്ടില് ബന്ധുക്കൾക്ക്, തന്റെ ഉപ്പയുടെ സഹോദരന്മാർക്കൊക്കെ കള്ള് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അവർക്കത് ഹലാലായിരുന്നു. ആ സമയത്ത് ആയത്തിറങ്ങിയ വിവരമറിഞ്ഞപ്പോ അദ്ദേഹം അപ്പോൾ തന്നെ ആ കള്ളിന്റെ പാത്രങ്ങൾ പൊട്ടിച്ചു കളയുകയും മദീനയിലെ തെരുവുകളിലൂടെ കള്ള് ഒഴുകുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതുപോലെ നിരവധി സംഭവങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഇഷാക്കും ഫജ്റിനും അടക്കം ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു. സ്ത്രീകൾക്ക് ജമാഅത്തിൽ പങ്കെടുക്കൽ ജായിസാണ്, അവർക്ക് അഫ്ദൽ വീട്ടിൽ നമസ്കരിക്കലാണ്. പള്ളിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചാൽ പോകാം. അങ്ങനെ ഈ സ്ത്രീ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, അവർ പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരോട് ആരോ പറഞ്ഞു, നിനക്ക് ഉമറിന് ഇത് ഇഷ്ടമില്ല എന്നറിയാമല്ലോ, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമറ യക്റഹു ദാലിക വയഗാർ. ഉമറിന് ഈ വിഷയം ഇഷ്ടമില്ല, അദ്ദേഹത്തിന് നിങ്ങളുടെ കാര്യത്തിൽ ഗൈറത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊരാൾ ചോദിച്ചു. ഖാലത്ത്, അവർ പറഞ്ഞു, വമാ യംനഉഹു അൻ യൻഹാനി, എന്നെ തടയാൻ എന്താണ് തടസ്സം, ഉമറിന് എന്താണ് തടസ്സം? ഫഖാല, ചോദിച്ചയാൾ പറഞ്ഞു, യംനഉഹു ഖൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസാണ് തടസ്സം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്നൊരു ഹദീസ് ഉണ്ട്, അതാണ് തടസ്സം. അപ്പൊ അവരുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ, അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, അവരുടെ ഗൈറത്തും അവരുടെ വെറുപ്പും അവരുടെ സ്നേഹവും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഹദീസിനായിരുന്നു പങ്കുണ്ടായിരുന്നത്. അപ്പോ ഈ സഹാബി അങ്ങനെയാണ് ഈ സ്ത്രീയോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇങ്ങനെയുള്ള ഒരു വിഷയം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു ചർച്ച നമ്മൾ നടത്തുമ്പോൾ അതിനിടയിൽ ഒരു ഹദീസോ ആയത്തൊക്കെ പറഞ്ഞാൽ ചില ആളുകളുടെ ഭാവം എന്തായിരിക്കും? കാര്യമായിട്ടൊരു വിഷയം പറയുന്നിടത്താണോ നീ ആയത്തും ഹദീസും കൊണ്ടുവരുന്നത് എന്ന് ചിലർ വാക്കുകൊണ്ട് തന്നെ പറയും. ചിലർ അവരുടെ മുഖത്തത് കാണുമെന്ന് മാത്രം. ഒരു ചർച്ച നടക്കുമ്പോൾ, കാര്യമായ ഒരു ചർച്ച നടക്കുമ്പോൾ, ഇത് ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല. ഇതാണ് ഒന്നാമത്തെ രീതി. സഹാബത്ത്, താബിഈങ്ങൾ പ്രമാണങ്ങളെ ആദരിച്ചിരുന്നതിന്റെ രീതി. അത് അപ്പാടെ അനുസരിക്കുമായിരുന്നു. ഒരായത്ത് കണ്ടു, ഹദീസ് കണ്ടു, അതനുസരിച്ച് അവർ അമൽ ചെയ്യുമായിരുന്നു. രണ്ടാമത്തേത്, ഈ അമൽ അവർ തുടരുമായിരുന്നു. അത് അവർ നീട്ടിവെക്കുകയുമില്ല. അതുപോലെ തന്നെ ആ അമലിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ഷൈഉൻ യൂസി ഫീഹി, വസിയത്ത് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഒരു സ്വത്ത് ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ, യബീതു ലൈലതൻ ഔ ലൈലതൈനി ഇല്ലാ വസിയത്തുഹു ഇൻദഹു മക്തൂബ, ആ വസിയത്ത് അവൻ എഴുതാതെ 1-2 ദിവസം അവൻ കഴിച്ചുകൂട്ടാൻ പാടില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം
ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. ഫമാ മറത് അലയ്യ ലൈലത്തുൻ മുൻദു സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക ഇല്ലാ വഅൻദി വസിയത്ത്. ഇത് പറഞ്ഞതിന് ശേഷം ഒരു രാത്രി കഴിഞ്ഞു പോയിട്ടില്ല, അതിനു മുമ്പായി എന്റെ വസിയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ പ്രായം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 18 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അപ്പൊ എത്രമാത്രം സ്വത്തുണ്ടായിരിക്കും? പക്ഷെ അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചു. ആ ഹദീസ് കേട്ടതോടുകൂടി അദ്ദേഹം വസിയത്ത് എഴുതി വെച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമ്മളെല്ലാവരും കേട്ടിരിക്കും. ഔസാനി ഖലീലി ബിസലാസിൻ, എന്റെ ആത്മമിത്രം ഖലീൽ 3 കാര്യങ്ങൾ എനിക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. ലാ അദഉഹുന്ന ഹത്ത അമൂത, മരിക്കുന്നത് വരെ ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല. സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, മാസത്തിൽ 3 ദിവസം നോമ്പ്. വറകഅതൈ ദുഹ, 2 റക്അത്ത് ദുഹാ നമസ്കാരം. വഅൻ ഊതിറ ഖബല അൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നമസ്കരിക്കുക. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്ന ഈ വാക്കാണ് പ്രധാനം. ലാ അദഉഹുന്ന ഹത്ത അമൂത്, മരിക്കുന്നത് വരെ ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല. ഇതായിരുന്നു സ്വഹാബത്തിന്റെ സ്വഭാവം. ആ അമല് മരണം വരെ അവർ ഉപേക്ഷിക്കുമായിരുന്നില്ല. ഈ വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് മുഴുവനായി തന്നതാണ്. നമ്മളെല്ലാവരും ഇതിൽ അഭിസംബോധിതരാണ്, നമുക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഈ നിലപാട്. സാധ്യമാകുന്നിടത്തോളം അമലുകൾ നമ്മൾ നിലനിർത്തുക. അത് ഈ പ്രമാണത്തോടുള്ള ഒരു ആദരവാണ്. നമുക്ക് റവാത്തിബ് സുന്നത്തിനെ കുറിച്ചുള്ള ഹദീസ് അറിയാം, തഹജ്ജുദിനെ കുറിച്ചുള്ള ഹദീസുകൾ അറിയാം, സൽസഭാവത്തെ കുറിച്ചുള്ള നിരവധി ആയത്തുകളും ഹദീസുകളും നമുക്കറിയാം, സിദ്ഖിനെ കുറിച്ച്, സത്യസന്ധതയെ കുറിച്ച് നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മരണം വരെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വാശി, അത് ഈ ആയത്തുകളോടും ഹദീസുകളോടുമുള്ള നമ്മുടെ തൗഖീറാണ്, ബഹുമാനമാണ്. സഹാബത്തിന്റെയും മറ്റു മുൻഗാമികളുടെയും മറ്റൊരു സ്വഭാവം, പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റൊരു സ്വഭാവം, സ്വന്തം ഹവക്ക് എതിരായി, സ്വന്തം താല്പര്യങ്ങൾക്ക് എതിരായി പ്രമാണങ്ങൾ വന്നാൽ അവിടെയും അവർ ഈ പ്രമാണത്തിന് മുൻഗണന കൊടുക്കും. വ്യക്തി താല്പര്യത്തെ, സ്വന്തം ആഗ്രഹങ്ങളെ അവർ അവിടെ ബലി കൊടുക്കുമായിരുന്നു. റാഫി ഇബ്നു ഖുദൈജ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. ജാഅനാ ദാത യൗമിൻ റജുലുൻ മിൻ ഉമൂമതി ഫഖാല, എന്റെ അമ്മാവന്മാരിൽപ്പെട്ട, പിതാവിന്റെ സഹോദരങ്ങളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, നഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അംറിൻ കാന ലനാ നാഫിഅൻ, വളരെ ഉപകാരമുണ്ടായിരുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വതവാഇയത്തുല്ലാഹി വറസൂലിഹി അൻഫഉ ലനാ, എന്നാൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എന്നതാണ് നമുക്ക് കൂടുതൽ പ്രയോജനം, അഥവാ ആഖിറത്തിൽ അതായിരിക്കും പ്രയോജനം ചെയ്യുക. നഹാന അൻ നുഹാഖില ബിൽ അർദ് ഫനക്രിയഹ അല സുലുസി വറുബഇ വത്തആമിൽ മുസമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാഖലത്ത് വിലക്കിയിട്ടുണ്ട്. മുഹാഖലത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിന്റെ കിതാബുകൾ അതിനെക്കുറിച്ച് ചർച്ചകൾ കാണാം. കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു ഇടപാടാണ്. കൃഷിയിൽ ഉണ്ടാക്കുന്ന വിളവുകൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതെങ്ങനെയാണെന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകളുണ്ട്. ഏതായിരുന്നാലും അത് അവർക്ക് വളരെ ആവശ്യമായിരുന്നു. മദീനയിൽ അൻസാരികൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അൻസാരികൾ കർഷകന്മാരായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയപ്പോൾ തവാഇയത്തുല്ലാഹി വറസൂലിഹി അൻഫഉ ലനാ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലതെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വ്യാപകമായി നിലവിൽ ഒരു വരുമാന മാർഗമായുള്ള ഒരു മാർഗം അത് വിലക്കി. അപ്പോൾ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? നമ്മുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും? സ്വഹാബത്തിന്റെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രയാസകരമായ ഘട്ടങ്ങളിലും നസ്സുകളെ, പ്രമാണങ്ങളെ നടപ്പിലാക്കുക, അതിൽ തൂങ്ങി നിൽക്കുക, മുറുകെ പിടിക്കുക എന്നുള്ളത് മുൻഗാമികളുടെ സ്വഭാവമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം കേട്ടവരായിരിക്കും നിങ്ങൾ. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഒരു വലിയ ഫിത്നയുണ്ടായി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ജഹ്മിയാക്കൾ, അവർ ഭരണം നടത്തിയിരുന്ന കാലത്താണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ജീവിച്ചിരുന്നത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇതല്ലാതെ മറ്റൊരു വാക്ക് ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറച്ചു നിന്നു. ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയാത്തവരെയൊക്കെ പീഡിപ്പിക്കുകയും ജയിലിലിടുകയും പലരെയും കൊന്നുകളയുമൊക്കെയായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ. അങ്ങനെ ഇമാം അഹ്മദിനെ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം ആ ഭരണാധികാരി മരിച്ചുപോയി. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. ഇങ്ങനെയുള്ള ഈ പീഡനത്തിന്റെ കാലത്ത് ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ശത്രുക്കളെ പേടിച്ച്, ഭരണാധികാരിയെ പേടിച്ച് അദ്ദേഹം ഒളിവിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്രാഹിം ഇബ്നു ഹാനി റഹിമഹുല്ലാ എന്ന പണ്ഡിതന്റെ ശിഷ്യന്റെ വീട്ടിൽ അദ്ദേഹം 3 ദിവസം ഒളിച്ചിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ഇമാം അഹ്മദ് ശിഷ്യനായ ഇബ്രാഹിം ഇബ്നു ഹാനി റഹിമഹുല്ലാഹു തആലയോട് പറഞ്ഞു, ഉത്ലുബ് ലീ മൗദിഅൻ, എനിക്ക് നിങ്ങൾ വേറെ ഒരു സ്ഥലം അന്വേഷിക്കണം, എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലം അന്വേഷിക്കണമെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്രാഹിം ഇബ്നു ഹാനി പറഞ്ഞു, ലാ ആമിനു അലൈക്, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, ഇവിടുന്ന് പോയാൽ ആരെങ്കിലും പിടികൂടുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇഫ് അൽ ഇദാ ഫഅൽത അഫത്തുക്, നീ ഞാൻ പറഞ്ഞതനുസരിക്കുക, പറഞ്ഞതുപോലെ ചെയ്താൽ ഞാൻ കാര്യം നിനക്ക് പറഞ്ഞു തരാം, എന്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പിന്നെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ
ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു ഇഖ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാരി 3 അയ്യാമിൻ ثم തഹവൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളെ പേടിച്ച് 3 ദിവസം ഗുഹയിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി. അത് ഞാൻ അമലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. ഇമാം ദഹബി സിയർ അലാം നുബലയിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇത് അവരുടെ ഉന്നതമായ ദർജയാണ്, നമുക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഫർളായിട്ടുള്ള കാര്യങ്ങളിൽ എങ്കിലും നമുക്ക് ഈ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ നമ്മെ അള്ളാഹു തആല നിർബന്ധമായി ഏൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെങ്കിലും ഈ നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ നടപ്പിലാക്കണം. ഈ കാര്യം കഴിഞ്ഞതിന് ശേഷം, ഇതാണ് ഞാനിങ്ങനെ സ്ഥാനം മാറാനുള്ള കാരണം എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു വലൈസ യംബഗി അൻ തുത്തബഅ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റഖാഇ വതുത്രക ഫിശ്ശിദ്ദ. ആശ്വാസവും സമാധാനമുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എടുക്കുകയും പ്രയാസമുണ്ടാകുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇത്തിബാ ചെയ്യുന്നയാളായിരുന്നു. ഇമാം അഹ്ലുസ് സുന്നയാണ്. അതുകൊണ്ടാണ് ഇത്രയും കണിശത കാണിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വാജിബായിട്ടുള്ള കൽപ്പനകൾ, അത് പാലിക്കാൻ നമ്മൾ കണിശത കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ 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 പ്രയാസങ്ങൾ അതിനു മുന്നിൽ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. സുന്നത്തിനോട്, ഖുർആനിനോട് അവർ കാണിച്ചിരുന്ന ബഹുമാനം. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവം ഇമാം മാലിക്കിന്റെ മുവത്തയിൽ കാണാം. അദ്ദേഹം ഒരു വസ്തു വിൽക്കുകയുണ്ടായി. വിറ്റ സമയത്ത് സ്വർണത്തിന്റെ ഒരു വസ്തു വിറ്റിട്ട് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം തിരിച്ചു വാങ്ങി. വിലയായിട്ട് സ്വർണം ദീനാർ വാങ്ങിയപ്പോൾ അത് കൂടിപ്പോയി. ആ സംഭവം അറിഞ്ഞപ്പോൾ അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഹാ അൻ മിസ്ലി ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട്. ഒരു സ്വർണം കൊടുത്തിട്ട് പകരം സ്വർണം വാങ്ങുമ്പോൾ രണ്ടും ഒരേ തൂക്കമായിരിക്കണം. ഫഖാല മുആവിയ മാ അറാ ബിഹാദാ ബഅസൻ. ഇതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. ഫഖാല അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ യഅ്ദുറുനി മിൻ മുആവിയ വഖ്ബിറുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുഖ്ബിറുനി അൻ റഅയിഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ പറയുന്നത്? ലാ ഉസാകിനുക ബി അർദിൻ, ഞാനും താങ്കളും ഒരേ നാട്ടിൽ ജീവിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഒരു ഹദീസിനോട്, ആ ഹദീസിനെതിരായ അഭിപ്രായം പറഞ്ഞപ്പോൾ അബൂ ദർദ റളിയല്ലാഹുവിന്റെ പ്രതികരണമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ വേറെയും കാണാൻ സാധിക്കും. ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ റിസാല എന്ന കിതാബിൽ പറഞ്ഞു, ഫറഅ അബൂ ദർദായി അൽ ഹുജ്ജത തഖൂമു അലാ മുആവിയ ബിഖബരിഹി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ തന്റെ ഈ ഹദീസ്, താൻ പറഞ്ഞു കൊടുത്ത ഹദീസ് കൊണ്ട് ഹുജ്ജത്ത് സ്ഥാപിതമായി, അദ്ദേഹത്തിന് വേണ്ട തെളിവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്നാണ് അബൂ ദർദ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. നേരെ മറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ മറ്റെന്തെങ്കിലും ഹദീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയത് മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഹദീസ് അബൂ ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെയാണോ, അതിലെന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ എന്ന് വല്ല സംശയവും മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ടായിരിക്കും. എന്നാൽ അബൂ ദർദ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് തന്റെ ഭാഗം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. വലമ്മ ലം യറ ദാലിക മുആവിയ റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഫാറഖ അബൂ ദർദാഇ അൽ അർദല്ലതി ഹുവ ബിഹാ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നാട് അബൂ ദർദ റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? യഅവാമൻ ലിഅൻ തറക ഖബറ സിഖത്തിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഒരു സിഖത്തായ വ്യക്തി, വിശ്വസ്തനായ റിപ്പോർട്ട് ചെയ്ത ഒരു ഖബർ, ഒരു ഹദീസ് അദ്ദേഹം തള്ളിക്കളഞ്ഞതിനെ അതിന്റെ ഗൗരവം കൊണ്ട്, അതിനോടുള്ള ഇഅ്വാം, ആ പ്രമാണത്തെ ബഹുമാനിച്ചുകൊണ്ട്. ഇതുപോലെയുള്ള സംഭവം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസ് ഒരാൾ തള്ളിയപ്പോൾ, പറഞ്ഞു കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരുന്നപ്പോൾ അദ്ദേഹം അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ആവാനി വ ഇയ്യാക സഖ്ഫു ബൈത്തിൻ അബദാ. ഞാനും നീയും ഒരു മേൽക്കൂരക്ക് കീഴിൽ ഒരിക്കലും ഇനി ഇരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ നിങ്ങളെല്ലാം കേട്ടിരിക്കും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്റെ മകനുമായി ഉണ്ടായ സംഭവം. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, നംനഅഹുന്ന, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കൊണ്ടോ അല്ലെങ്കിൽ ഫിത്ന വർദ്ധിച്ചത് കൊണ്ടോ മറ്റായിരിക്കും. പക്ഷെ ഹദീസ് പറഞ്ഞ സമയത്ത് ഹദീസിനോട് ഒരു അദബ് കാണിക്കേണ്ടതുണ്ട്. അതിന് പകരം അദ്ദേഹം നേർക്കുനേരെ അങ്ങ് പറഞ്ഞു കളഞ്ഞു, വല്ലാഹി ലനംനഅഹുന്ന, ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം മകനോട് സബ്ബഹു സബ്ബൻ ഷദീദൻ, വളരെയധികം മോശമായ രീതിയിൽ, അഥവാ വളരെ കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞു എന്നാണ്. ഈ ഹദീസ്, ഈ അസർ റിപ്പോർട്ട് ചെയ്തിട്ട് ഇമാം ഇബ്നുൽ മുലഖ്ഖിൻ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫായിദകൾ
തഅദീബുൽ ആലിമി മൻ യതഅല്ലമു ഇൻദഹു ഇദാ തകല്ലമ ഇൻദഹു ബിമാ ലാ യൻബഗി. പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ഒരു ആലിം തന്റെ ശിഷ്യന്മാരെ മര്യാദ പഠിപ്പിക്കണം. വതഖ്ദീമു ഹഖ്ഖില്ലാഹി വറസൂലിഹി അലാ ഗൈരിഹിം. അല്ലാഹുവിന്റെയും റസൂലിന്റെയും ഹക്ക് അവരോടുള്ള ബാധ്യത മറ്റെല്ലാവരെക്കാളും മുകളിലാണ്. വൽ ഖൗലു ബിൽ ഹഖ് വഇൻ കാനൽ മഖൂലു ഖരീബൻ. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അത് അവൻ എത്ര അടുത്ത ആളാണെങ്കിലും എത്ര വലിയ ബന്ധുവാണെങ്കിലും ഹക്ക് വെട്ടിത്തുറന്ന് പറയണം എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിൽ കാണാം. അബ്ദുല്ലാഹ് ബിൻ മുഗഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ സഹോദരപുത്രനോട് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ഫ് നിരോധിച്ചിട്ടുണ്ട്. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുടിക്കുക എന്ന് പറയില്ലേ, ഒരു കല്ല് തള്ളവിരൽ വെച്ചിട്ട് ചെറുവിരൽ കൊണ്ട് അത് തെറിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നഹ ലാ തസീദു സൈദൻ വലാ തുൻകി അദുവൻ. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു മൃഗത്തെ വേട്ടയാടാനും സാധിക്കുകയില്ല, ഒരു ശത്രുവിനെ കൊല്ലാനും സാധിക്കുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഉപകാരമുള്ള കാര്യമല്ല. വഇന്നഹ തക്സിറു സിന്ന വ തുഫ്ഖി അൽ ഐൻ. നേരെ മറിച്ച് പല്ല് പൊട്ടാൻ സാധ്യതയുണ്ട്. ആരുടെയെങ്കിലും പല്ലിന് തട്ടിയാൽ പല്ല് പൊട്ടും. വ തുഫ്ഖി അൽ ഐൻ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഇതുകൊണ്ടുള്ള പ്രയോജനമുള്ളൂ, കാര്യമായ പ്രയോജനമില്ല, ഉപദ്രവമേ ഉള്ളൂ എന്നർത്ഥം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും ഈ ചെറുപ്പക്കാരൻ, ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത് കണ്ടു. അബ്ദുല്ലാഹ് ബിൻ മുഗഫർ റളിയല്ലാഹു അൻഹു കണ്ടു, വീണ്ടും അയാൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഹദ്ദിസുക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻഹാ സുമ്മ ഉത്ത തഖ്ദിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു, പിന്നെയും നീ ചെയ്യുകയാണോ? ലാ ഉകല്ലിമുക അബദാ, ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയായിരുന്നു അവർ അവരുടെ ചെറുപ്പക്കാർക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, കുട്ടികൾക്കിടയിലൊക്കെ പ്രമാണങ്ങളുള്ള ബഹുമാനം നിലനിർത്തിയിരുന്നത്. വളരെ ഗൗരവത്തോടെയായിരുന്നു അവർ ഈ വിഷയം കണ്ടിരുന്നത്. ഇത് നമുക്ക് മാതൃകയാണ്. നമ്മൾ പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ, അതുപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാർക്കിടയിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നൊരു സംഭവം കാണാം. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ചെരുപ്പിട്ട് ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ട് നടക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു രംഗം ഉണ്ടാകാറുണ്ട്, പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കുറെ ചെരുപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് കിട്ടും. അപ്പോൾ ഒരു ചെരുപ്പ് ഇടത്തെ കാലത്ത് കിട്ടിയാൽ അതിട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് കിട്ടി, അടുത്ത ചെരുപ്പ് കുറച്ച് ദൂരെയാണ്, അപ്പോൾ ഒന്ന് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ലാ തഅസില്ലാഹ വലോ ബി ഖുത്വ, ഒരു കാലടി കൊണ്ട് പോലും നീ അള്ളാഹുവിനെ ധിക്കരിക്കരുത്, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് പറയുന്നതായി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ സ്വഭാവം ഉണ്ടാകണം. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ, വിലക്കുകൾ, അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കണം. അത് നമുക്കൊണ്ട് അമൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിനെ പരിഹസിക്കുക എന്നുള്ളത് കുഫറാണ്. അതിനോട് ലാഘവത്വം കാണിക്കുക എന്നുള്ളത് അത് ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല. നമ്മുടെ ജീവിതത്തിൽ വാജിബായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ അതിന് ഖുർആനും സുന്നത്തും നമ്മൾ ഹാക്കിമായി സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഖുർആന്റെയും സുന്നത്തിന്റെയും വിധി നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഖൽബിൽ നിഫാഖുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നിഫാഖിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവന്റെ കിതാബിനെയും റസൂലിന്റെ സുന്നത്തിനെയും ബഹുമാനിക്കുകയും ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുന്ന സാലിഹ്യങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.